ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞു കളയുന്ന മുട്ടത്തോട് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് വിത്ത് മുളപ്പിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇതിൽ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇത് നടുക്കൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മുട്ടയുടെ തോടായതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലേക്ക് നമ്മൾ വിത്ത് മുളപ്പിക്കാനായിട്ട് ഒരു പോട്ട് മിക്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറുമാണ്. മണ്ണും ചകിരിച്ചോറും വിത്ത് മുളപ്പിക്കാൻ എടുക്കുന്നത് ട്രീറ്റ് ചെയ്തെടുത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഇതിലേക്ക് വിത്തുകൾ പാകി കൊടുക്കാം. ഇതിലേക്ക് പാകി കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കുറ്റി ബീൻസിന്റെ വിത്തുകളാണ്. കുറ്റി ബീൻസിന്റെ വിത്തുകൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ ഒരു നിറത്തിലുള്ളവയാണ്. അപ്പോൾ ഇത് ഓരോന്നായി നമുക്ക് ഈ ഓരോ മുട്ടത്തോടിലേക്കും വെച്ച് കൊടുക്കാം. വിത്തുകൾ പാകി കൊടുക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് കുമ്മായ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തതാണോ എന്ന് അതിൻ്റെ പാക്കറ്റിൽ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങാൻ. ട്രീറ്റ് ചെയ്യാത്ത മണ്ണോ ചകിരിച്ചോറോ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വിത്തുകൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുത്ത് നമുക്ക് തണലുള്ള ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് ഞാനൊരു 9 ദിവസത്തിന് മുമ്പായിട്ട് പാകി കൊടുത്ത പാവലിൻ്റെ വിത്തുകളാണ്. ഇത് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തൈ വളർന്നു വരുന്നുണ്ട്. അതോടെ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ടത്തോടിൽ വിത്ത് മുളപ്പിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനമാണ് വേരുകളൊന്നും പൊട്ടിപ്പോകാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് തൈ നട്ടു കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തൈ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ തൈ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം. ഗ്രോ ബാഗ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഗ്രോ ബാഗ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. ഇതിൽ നിന്ന് നമ്മൾ തൈ ഇളക്കിയൊന്നും എടുക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് നട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് ഇതങ്ങ് നട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ മണ്ണോട് കൂടി തന്നെ നമ്മൾ നട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെടി ഒട്ടും വാടിപ്പോത്തില്ല. നന്നായിട്ട് ഇതിലേക്ക് മണ്ണിട്ട് ഉറപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് തണലുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റി അങ്ങ് വെച്ച് കൊടുക്കാം. 3-4 ദിവസം വേരൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായി തൈ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെയിലുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവൂ. അപ്പോൾ ഈ വീട്ടിലെ മുട്ടത്തോടുകൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതേപോലെ വിത്തുകൾ പാകി കിളിർപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാതെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കാണുന്നില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നമ്മുടെ ടെറസിലെ ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് കൂർക്കകൾ നട്ടു കൊടുക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു ഗ്രോ ബാഗിൽ ഞാൻ ഇന്ന് കുറച്ച് വിളവെടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കൂർക്കയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന 1-2 കൂർക്കകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കൂർക്ക വളർത്തി വിളവെടുക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് കൂർക്ക ഉപയോഗിച്ച് എങ്ങനെയാണ് പാകി അത് കിളിർപ്പിച്ച് നട്ട് ഇതേപോലെ വിളവെടുക്കുന്നതെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ പേജിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കടയിൽ നിന്ന് കൂർക്ക വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കൂർക്ക എടുത്ത് ഇതേപോലെ നട്ട് നിങ്ങളുടെ വീട് നല്ല സൂപ്പറായിട്ട് ഇതേപോലെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും നല്ല അടിപൊളി വീഡിയോസുമായി ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ബെൽ ബട്ടണിലെ ഓൾ എന്ന ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.